നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം പോകുന്നു. മിന്നൽ പണിമുടക്ക് മൂലം അന്നം മുടങ്ങേണ്ടി വരുന്ന അവസ്ഥയിലാണ് നാട്ടിലെ ജനങ്ങൾ. അമ്പലമുകൾ BPCL LPG ബോട്ട്ലിംഗ് പ്ലാന്റിലെ ഡ്രൈവർമാരുടെ പണിമുടക്കിൽ 7 ജില്ലകളിലേക്കുള്ള 140ഓളം സർവീസുകളാണ് മുടങ്ങിയത്. കൂലിത്തർക്കത്തെ തുടർന്ന് കരാറുകാർ മർദ്ദിച്ചു എന്നാരോപിച്ച് പ്ലാന്റിലെ 200ഓളം ഡ്രൈവർമാരാണ് പണിമുടക്കുന്നത്. 24 മണിക്കൂറിനപ്പുറം സമരം നീണ്ടാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ചെറുതാകില്ല. BPCLലെ ഡ്രൈവർമാരുടെ സമരം കേരളത്തിലെ 7 ജില്ലകളെയാണ് ബാധിക്കുക. ഈ സമരം ഇനിയും നീണ്ടാൽ വലിയ പ്രതിസന്ധിയിലേക്കാകും കേരളം നീങ്ങുക. 170 ലോറികളാണ് അമ്പലമുകൾ BPCL നിന്ന് പ്രതിദിനം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്നത്. കൂടുതലും വടക്കൻ കേരളത്തിലെ ഗ്യാസ് ഏജൻസികളിലേക്ക്. 24 മണിക്കൂറിനപ്പുറം സമരം നീണ്ടാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ചെറുതാവില്ല. ഒരു ദിവസത്തെ വിതരണത്തിനുള്ള സിലിണ്ടറുകൾ മാത്രമാണ് ഏജൻസികളിൽ ഉണ്ടാവുക. പുതിയ ലോഡുകൾ എത്താതാവുന്നതോടെ പാചകവാതകക്ഷാമം രൂക്ഷമാകും. അടുക്കളകൾ നിശ്ചലമാകും. കൊടകരയിൽ ഡ്രൈവർ ശ്രീകുമാറിന് നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ്. അടികൊണ്ട് നിലത്തു വീണെങ്കിലും വീണ്ടും മർദ്ദനം. ജനനേന്ദ്രിയത്തിലേറ്റ ചവിട്ട് ഗുരുതരമായി. ആന്തരിക അവയവങ്ങൾക്കും ക്ഷതമേറ്റു. ലോഡിറക്കാൻ കരാർ തുകയേക്കാൾ 20 രൂപ കൂട്ടി നൽകണമെന്ന ആവശ്യം നിരസിച്ചതോടെയായിരുന്നു മർദ്ദനം. ഞങ്ങൾ ചെല്ലുന്ന ഏജൻസികളിലൊക്കെ ഞങ്ങൾക്ക് വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. കയറ്റർക്ക് കൂലിയുടെയാണെങ്കിലും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പല രീതിയിലുള്ള അനുഭവങ്ങളാണ് കടന്നു വന്നത്. ഇതുവരെയുള്ള സംഭവങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അസഭ്യങ്ങളും കാര്യങ്ങളാണ്. ഇപ്പോൾ കയ്യേറ്റമാണ് നടന്നത്. ഇന്നലെ അതിക്രൂരമായിട്ടാണ് ഞങ്ങളൊരു സഹപ്രവർത്തനം വർദ്ധിച്ചത്. വടക്കൻ കേരളത്തിലെ പാചകവാതക വിതരണം നിലച്ചാൽ പിന്നീട് അത് കേരളത്തെ ആകെ ബാധിക്കും. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ സംസ്ഥാന വ്യാപക സമരത്തിനാണ് ഡ്രൈവർമാർ ഒരുങ്ങുന്നത്. സമരത്തെ നേരിടാൻ പുറത്തുനിന്ന് ഗ്യാസ് സിലിണ്ടറുകൾ എത്തിക്കുന്നതിനും പരിമിതിയുണ്ട്. സർക്കാർ തലത്തിലെ ചർച്ചയാണ് സംയുക്ത സംഘടന പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ വീടുകളിലേക്കും ഹോട്ടലുകളിലേക്കും ഒക്കെ എത്തേണ്ട ഗ്യാസ് സിലിണ്ടറുകളാണ് BPCLൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. പ്രശ്നപരിഹാരം അടിയന്തരമായി ഉണ്ടായില്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന വില അത് ചെറുതല്ലെന്ന ഓർമ്മയാണ് അധികാരികൾക്ക് വേണ്ടത്. കൊച്ചിയിൽ നിന്നും അരുൺ നീണ്ടൂരിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ സമരം ആരംഭിച്ചിട്ട് മണിക്കൂറുകൾ കഴിയുകയാണ്. 24 മണിക്കൂറിനപ്പുറം സമരം നീണ്ടാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ചെറുതായിരിക്കില്ല. 7 ജില്ലകളിലെ ആളുകളെ ഇത് നേരിട്ട് ബാധിക്കും. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം എന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. പ്രതികരണങ്ങൾ നോക്കാം. കൂടുതൽ പൈസ ചോദിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഞങ്ങൾ കൊടുത്ത ഈ പൈസ ഞങ്ങൾക്ക് കോൺട്രാക്ട് തരില്ല, ഞങ്ങളുടെ ലോറി ഓണേഴ്സ് തരില്ല. അപ്പോൾ ഇത്രയും കറക്റ്റായിട്ട് കൊണ്ടുകൊടുക്കുന്നിടത്ത് ചില യൂണിയൻ വിഭാഗങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിന് കാരണം ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് ഒരു സംരക്ഷണമല്ല. വിവിധ ഭാഗത്തു നിന്ന് വരുന്ന ഡ്രൈവർമാരാണ് ഞങ്ങൾ. രാവും പാലില്ല, വീട്ടിലും പോവാതെ ലോഡ് കൃത്യമായി എത്തിക്കുന്നവരെ ഉപദ്രവിക്കാമെന്ന് ഒരു സ്വഭാവം അംഗീകരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ബാധിക്കും. ഇത് ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ അല്ലാതെ തന്നെ ഇപ്പോൾ ഇവിടുന്നുള്ള ചരക്ക് നീക്കം വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഈ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ വളരെയധികം അത് ബാധിക്കും. നമ്മളെ കാത്ത് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളതിനനുസരിച്ച് നമ്മൾ പെരുമാറാറില്ല. നമ്മളെപ്പോഴും എപ്പോഴും നമ്മൾ ഒതുങ്ങി ജീവിക്കാനേ നമ്മൾ ശ്രമിക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇതിൽ നമ്മൾ പതുക്കെ പിൻവാങ്ങി പോകത്തുള്ളൂ എല്ലായിടത്തും. കോൺട്രാക്ടർമാർ പൈസ തരുന്നതനുസരിച്ച് നമുക്കത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ പുള്ളിക്ക് ആന്തരിക വായുകൾക്ക് ഭയങ്കരമായിട്ട് ക്ഷതമായിട്ടുണ്ട്. മൂത്രം പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോഴത്തേക്ക് മെഡിക്കൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ നമുക്കൊരു സുരക്ഷ എവിടെ നിന്നാണെങ്കിലും നമുക്ക് ഏത് ഏജൻസി പോയാലും നമ്മൾ സുരക്ഷ കിട്ടണം നമുക്ക്. എങ്കിലും നമുക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉള്ളൂ.